പക്ഷേ ഇവിടെ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് നമുക്ക്. കാരണം ഷമാശനാണെങ്കിൽ നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് മദ്ബഹായിൽ നമുക്ക് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷമാശൻ ഉണ്ടായിരുന്നത് വലിയ സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല മാഷൻ നമ്മുടെ ഇവിടെ മാനേജിങ് കമ്മിറ്റിയിലും ബാക്കിയുള്ളതായതൊക്കെ എല്ലാവർക്കും അറിയാൻ. ഞാൻ പറയുന്നതിന് പുറത്തായിട്ട് എല്ലാ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുവാൻ, സൺഡേ സ്കൂളിലെ പ്രോഗ്രാംസ്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ ഒത്തിരി സപ്പോർട്ടീവായി. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ള വിഷയം സംബന്ധിച്ചിടത്തോളം. നമ്മുടെ സ്കൂളിലും നമ്മുടെ സമാജം കാര്യങ്ങൾ, നമ്മുടെ ഓരോരോ ഫാക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ച് ഓരോ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല മാതൃകാപരമായിട്ട് ഇടവകയോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളതായ ആ ഒരു കുടുംബമാണ് ഷമാശേരി. അപ്പോൾ അവര് പോവുകയാണ്. ഇവിടെ നിന്ന് നാട്ടിലോട്ടേക്ക് സമ്മതമായി തിരിച്ച് അവർ പോവുകയാണെങ്കിൽ തന്നെയും ഇനി എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ആകുകയാണെങ്കിൽ വീണ്ടും വരുവാൻ നമ്മളോട് ഒരുമിച്ചാകുവാനും ദൈവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം എല്ലാവിധത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ ആ മതത്തിൽ നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധനായിരിക്കുന്ന പിതാവിന്റെ വലിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അവർക്ക് എല്ലാവിധത്തിലുള്ളതായ വിജയാശംസകൾ തുടർന്ന് ദൈവിക നടത്തിപ്പ് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പള്ളിക്കാലത്തിൽ നിന്ന് ചെറിയ പാരിതോഷികവും ഒരു ചെറിയ മൊമെന്റോ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഞാൻ വന്നതായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് തുടങ്ങിയതായ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഏകദേശം 4-5 വർഷമേ ആയിട്ടുള്ളൂ അവരോട് തോന്നിട്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഒത്തിരി സഹകരിച്ചു. ഒരിക്കൽ കൂടിയുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സൺഡേ സ്കൂളിന്റെ നെടുന്തൂണായിരുന്നു ബിഷപ്പിന്റെ മനുഷ്യനും രണ്ടുപേരും സൺഡേ സ്കൂളിലെ യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടതായ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സൺഡേ സ്കൂളിൻ്റെതായ ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ആദ്യം നമ്മൾ പ്രതികാരത്തിൽ നിന്ന് സൺഡേ സ്കൂളിൻ്റെതായ ഗിഫ്റ്റ് ഷമാശിക്ക് നൽകുകയാണ്. അപ്പോൾ മുന്നോട്ട് കടന്നു വരണം. സൺഡേ സ്കൂളിലെ അധ്യാപകരെല്ലാവരും ആ സമയത്ത് മുന്നോട്ട് കടന്നു വരണം. അതിനുശേഷം പ്രതികാരത്തിൽ നിന്നുള്ളതായ ആ ഒരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ആ സമയത്ത് പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇപ്പോൾ ഷമാശിന്റെ സൺഡേ സ്കൂൾ കാര്യത്തിൽ നിന്ന് കൊടുക്കുന്നതായ കൃഷിക്ക് കൊടുക്കുന്നതായ ആ ഒരു അപ്രീസിയേഷൻ അതിനെ മുന്നോട്ട് കടന്നു വരുവാനായിട്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും പേര് വിളിക്കുന്നില്ല. ടീച്ചേഴ്സ് എല്ലാവരും മുന്നോട്ട് കടന്നു വരും പ്ലീസ്. ടീച്ചേഴ്സ് അടുത്ത് അപ്പോ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യുക. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും അച്ഛന്മാരും എല്ലാവരോടെ ഇരിക്കുന്നതായ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത അവരുടെ ഒരു സൺഡേ സ്കൂളിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് തീർച്ചയായിട്ടും ചുരുങ്ങിയ
അവിടെ ചെല്ലുമ്പോൾ വാടിപ്പോകും. രണ്ടുപേരോട് ഓക്കെ, പള്ളിയുടേതായ ഒരു മൊമെന്റോ, ഒരു ഫാമിലി ഫോട്ടോ, സെക്രട്ടറി ഞാൻ കൊടുത്തു. പ്രത്യേക സ്നേഹാറിയിക്കുന്ന രാജേഷ്, എല്ലാ പ്രിയപ്പെട്ടവരും, ഒരു 3 വർഷം മുമ്പ് ഇതുപോലൊരു ഒക്ടോബർ മാസത്തിൽ ഈ രാജ്യത്തോട് വന്നത്. അന്നൊരു മനുഷ്യനെ അറിഞ്ഞുകൂടാ. ഇവിടെ ആരെയെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അവിടുന്ന് രാജുവച്ചൻ്റെ നമ്പറുണ്ട്, ഫിലിപ്പച്ചൻ്റെ നമ്പറുണ്ട്. ഈ 2 അച്ഛന്മാരുടെ നമ്പറും കൊണ്ടാണ് നാട്ടിൽ വരുന്നത്. വന്നിട്ട് ഫിലിപ്പച്ചനെ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ക്രോളിയുടെ അടുത്തെങ്കിലും ഇല്ല, ഈസ്റ്റ് ബോണാണ് സർവീസ് ഉള്ളത്. അപ്പം പീട്ടറച്ചനാണ് അവിടെ സർവീസ് നടത്തുന്നത്. പിന്നെ പീട്ടറച്ചനെ വിളിച്ചു. അന്ന് ഇതുപോലെ തന്നെ തിരുമണത്തിരുമേൻ്റെ കുശിരുമേൻ്റെ പെരുന്നാളാണ് സമയമാണ്. അന്ന് വരെ നടന്നില്ല, നല്ല ദൂരമായിരുന്നു. പിന്നെ പീട്ടറച്ചനെ വിളിച്ചു. അങ്ങനെയാണ് ഈ പള്ളിയിലേക്ക് കടന്നു വന്നത്. ഏതായാലും പിന്നീട് വന്ന ഈ 3 വർഷം ഒരു കുടുംബം പോലെ ഈ പള്ളിയിൽ പ്രവർത്തിക്കുവാനും ഇതിൻ്റെ എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് മുമ്പോട്ട് പോകാനും ദൈവം സഹായിച്ചു. അതിന് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു കുടുംബം പോലെ എല്ലാവരും കഴിയുവാനും ചില പ്രത്യേക സാഹചര്യങ്ങൾ തിരിച്ചു പോകേണ്ടതാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ ഞങ്ങളോട് വളരെ സന്തോഷമായിരുന്നു. അവിടുന്ന് ഇത്രയും ദൂരം വന്നിട്ടാണെങ്കിലും ഇപ്പൊ ഗിൽഫോർഡിലൊക്കെ സർവീസ് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് വിളിച്ചവിടെ പോകാൻ. പക്ഷെ എന്നാലും ഈസ്റ്റോണുമായിട്ടുള്ള ബന്ധം അത് വളരെ വലുതായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ഇവിടെ തന്നെ നിൽക്കാനും ഇവിടെ മുമ്പോട്ട് ഒരു വീടൊക്കെ നോക്കി ഇവിടെ തന്നെ സെറ്റിൽ ആവാനൊക്കെ ആയിരുന്നു. പക്ഷെ ദൈവത്തിന് ഞാൻ പറഞ്ഞത് വേറെ ആയിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട്, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. എന്തെങ്കിലും ഞങ്ങളുടെ പരിസരത്ത് നിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണം. പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കണം. എല്ലാവരുടെയും മോഹം എൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സ്കൂള് ഈ പ്രാവശ്യത്തെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് സോണൽ കലോത്സവത്തില് സംബന്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഭാഷയോടും സമത്തോടുമായ നന്ദിയും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ് ഇപ്പോൾ.